अच्छा वहीं तो नहीं साइकिल തിരിഞ്ഞ് നോക്ക്. ചേട്ടന്റെ സൈക്കിൾ ഇവിടെയാ നിൽക്കുന്നത്. अच्छा वहीं उसने யாரோ இவன் யாரோ சொந்தம் யாரான் இவனோ. ചേട്ടൻ ബിയർ അടിക്കോ? ബിയറോ? ആ. ഇപ്പൊ വേണ്ട. അപ്പൊ ചേട്ടൻ അടിക്കും. ഇല്ല സർ. ആ പേടി വേണം. എനിക്ക് 2, ചേട്ടന് 2. ഓക്കെ, ഇല്ല, എനിക്കൊന്നു മതി. അഗൈൻ ഔട്ട് ഓഫ് സിലബസ്. अब पहचानेगा ना यहाँ पर, अब क्या पता पहचान जाएगा। पढ़ रहा नाम, अब देख रहा नाम। अभी भी नहीं कर पाया पता। ചേട്ടാ ചേട്ടൻ കുളിച്ചു കഴിഞ്ഞെങ്കിൽ ആ കിണറ്റിന്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞു. സോറി. ചോദിക്കാറില്ല. മാത്രമല്ല അങ്ങേർക്ക് ചേട്ടന് ഒത്തിരി ഇഷ്ടം. ചേട്ടൻ വന്ന ഈ ഒരു ദിവസത്തെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഒത്തിരി സംസാരിക്കും. വെള്ളം അടിച്ച പിന്നെ ഒന്നും പറയണ്ട, സംസാരിച്ചുകൊണ്ടിരിക്കും. ചേട്ടനാണെങ്കിൽ 10 ചോദ്യത്തിന് ഒരു ഉത്തരം തരുന്ന ആള്. 2 എനിക്ക് ഉറക്കം വരില്ല കേട്ടാ, വെറുതെ കിടക്കുമെന്ന് മാത്രം. അങ്ങനെ ശീലമായിപ്പോയി. എന്താ കള്ളാണോ? അല്ലല്ല, ബിയർ തന്നെ ചേട്ടാ. ഈ ഫ്രിഡ്ജിലെ കൂളിംഗ് ഒന്നും എനിക്ക് സെറ്റ് ആവില്ല, അതുകൊണ്ടാ ഇതില്. ചേട്ടൻ കുടിച്ച് നോക്ക്, ഇരിക്കേ. ചേട്ടൻ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ലല്ലേ ഇത്ര വർഷം കഴിഞ്ഞ് എന്റെ കൂടെ. അതൊക്കെ എന്തിനാട്ടാ, ചേട്ടൻ ഇങ്ങോട്ട് വന്നേക്കേ എന്റെ ഒരു ഭാഗ്യ. ദേ മുറുക്ക് കഴിച്ചോ കേട്ടാ, നന്ദിനി ഉണ്ടാക്കിയതാ. अब किसका फोन आया? विका की फोन। ഓനെയാണോ? उसकी बहन। എന്നാ ഫോൺ എടുത്ത് സംസാരിക്കേട്ടാ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ എന്താ പറഞ്ഞ എനിക്കൊരു ഓർമ്മയില്ല. തോന്നിയതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. അതവൾക്ക് മനസ്സിലാകുമ്പോഴേക്കും കല്യാണം തന്നെ കഴിയും. നല്ല അടിപൊളി വീട്. ഇത് നീ ജനിച്ചു വളർന്ന വീടാണ്? ഇത് വശം പണിത്. ഓ, ചേട്ടന്റെ കഥ പോലെ തന്നെ എന്റെ ഭാര്യയുടെ കൂടെ ജനിച്ച ഒരു 2 പേരാ. ഒരു ചേച്ചി, ഒരു ചേട്ടൻ. ഇവള് മാത്രം ഇത് അച്ഛനും അമ്മയൊക്കെ ജീവിച്ച വീടാണ്, വിൽക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഓരോരുത്തർ ആർക്കും കേൾക്കാ പങ്ക് കൊടുത്തയച്ചിട്ട് ഇവളുടെ പേരിൽ വീട് അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഇത് അവളുടെ വീടാ. उनको रुपया पकड़ा के ഇവിടെ വന്നതിന് ശേഷം इन्होंने खरीद लिया उस घर को। ഡോക്ടർ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോലും കൂട്ടിക്കൊണ്ടുവരാത്തത്. നല്ല ഭാഗ്യമുള്ള വീടാ. ഇതറിഞ്ഞ ദേഹം താൻ രാഗത്തിൽ ഞാൻ നിത്യ ആനന്ദം താൻ पी जा रहे हैं, रात काफी हो गई। ഇതോടെ ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. पिछले सुबह नींद नहीं കല്യാണത്തിന് पड़ी। ചേട്ടനിട്ടുണ്ടായിരുന്ന ഷർട്ടില്ലേ, അടിപൊളിയാ. അതെയോ? നീ ഇട്ടിരുന്ന ഷർട്ട് നന്നായിരുന്നു. ഒന്ന് പോട്ടാ, ചുമ്മാ ഞാൻ പറഞ്ഞെന്ന് വെച്ച് പറയല്ലേ. വെള്ളം എന്നുവെച്ചാ ഒരു ഇതാ, അതിന്റെ ഒരു മണമുണ്ടല്ലോ. അതെ, ഞാൻ സമ്പാദിക്കാൻ തുടങ്ങുന്നവരെ ഞാൻ പുതിയ തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷെ വലുതായിട്ട് മൈൻഡ് ചെയ്യൊന്നുമില്ല. അവരുടെ മക്കളുടെ ഒപ്പം ചേർന്ന് കളിക്കാനും സമ്മതിക്കില്ല. ആരെയും കുറ്റം പറയാനൊന്നുമില്ല, എല്ലാരും നല്ലവരൊക്കെ തന്നെയാ. നരുന്ത് പയ്യൻ എന്നെ പോലും വാടോ പോടോ എന്നാ വിളിക്കുക. അങ്ങേര് മാത്രമല്ല, അമ്മയും കരുതാത്തവരാ, മനസ്സറിഞ്ഞ് സംസാരിക്കുന്നവർ. നിങ്ങളെയൊക്കെ കണ്ടിട്ടാ എനിക്ക് എല്ലാരും വേണമെന്ന് തോന്നി. कौन है? उसकी गाय। എന്താപ്പോ ദേ വരുന്നു. ചേട്ടാ ഒന്ന് എണീറ്റ്, ഞാൻ ഒരാളെ പരിചയം. कहाँ ले आ रहे जंगल में उसे? सांड है। പുഷ്പം പോലെ കയറും പൊട്ടിച്ച് ഓടിക്കളി. പേടിക്കേണ്ട വേട്ടാ. ഇതിൽ കൂടുതൽ അടുത്തോട്ട് പോകണ്ട, അത് ഒരുമാതിരി നോക്കുന്നു. ചേടാ അതൊന്നും धोनी। കാങ്കയോ ഏട്ടാ.
കണ്ടാ പേടിപ്പിക്കുന്ന പോലൊക്കെ തോന്നു കേട്ടാ, പക്ഷെ സ്നേഹമുള്ളവനാ, പാവാ. कितना भयंकर है वो. കയറ്റി കൊണ്ടുവന്നു. പണ്ടൊക്കെ ഇവനൊരു ഉഷാറില്ലായിരുന്നു, ശരിക്കും കഴിക്കില്ല, പേടിച്ചു പോയി. നമ്മുടെ സൊക്ക് വലിച്ചനെ ഞാൻ വിളിച്ചോണ്ട് പുള്ളി ഇവനെ കണ്ടിട്ടുണ്ടല്ലോ, എവിടുന്നാടാ അവനെ കിട്ടിയെന്ന് വായും പൊളിച്ചു നിന്നു. अच्छा तब ट्रेनिंग दी उन्होंने. എല്ലാവരോടൊപ്പം നല്ല കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പൊന്നുപോലെ നോക്കിയവനായതുകൊണ്ടേ കളിക്കാൻ പോകുമ്പോ കാലെന്തെങ്കിലും ഉളുക്കുമെന്ന് പറഞ്ഞ് പേടിക്കുകയായിരുന്നു. बात कर रहा മാത്രം നോക്കിയാൽ മതി. 4 ഭാഗത്തു നിന്നും 10-20 പേര് മെക്കിട്ട് കയറും. എല്ലാ ഭാഗത്തും ഒരു കണ്ണ് വേണം, അല്ലെങ്കിൽ उन्हें साथ में कौन सा था. പക്ഷെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നെത്തിയപ്പോഴേ പഴയ മെലിഞ്ഞ ശരീരമെല്ലാം മാറി. 2012 തോന്നുന്നു ഈ ലോകം നശിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ വർഷത്തെ പൊങ്കലിന് ഇവനെ ഒരു വാനിൽ കെട്ടിട്ട് അടുത്തുള്ള ആൾ സംസാരിക്കുന്ന പോലും കേൾക്കുന്നില്ല. കൈ ഇങ്ങനെ ഇളക്കി ഇളക്കി എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ഞാൻ ഇവനെ വാടിവാസലിൽ നിന്ന് അഴിച്ചു വിട്ടു. ओ അവന്മാരെല്ലാം തെറിച്ചു പോകായിരുന്നു. നേത്ത് പാഞ്ഞവരൊക്കെ ഒരു പുഷ്പം പോലെ വെതറി വിട്ടു. ഇതിനെ കണ്ടല്ലോ. होता क्या इस गेम में, छोड़ देते सांड को बस. ഗോദ്രേജ് ബീറോയായിരുന്നു സമ്മാനം. सब कुछ खिलाड़ी जाते हैं. അവന്റെ പേരും വിളിച്ച് കാളുടെ ഓണറാന്നും പറഞ്ഞ് എന്റെ പേരും വിളിച്ചപ്പോണ്ടല്ലോ. पकड़ना पड़ता है बस सांड को ना. വർഷം മകരമാസം തുടങ്ങി മീനം കുംഭം വരെ ഒരു ജല്ലിക്കെട്ട് പോലും വിട്ടില്ല. എല്ലാ सब लोग उसे पकड़ते हैं यार, अगर पकड़ लिया जो तो हार गया. और अगर वो भागता गया तो जीत जाएगा. शायद ऐसे कुछ होता था. പക്ഷെ പാലമേട് പോകുമ്പോഴേ ഇവൻ ചെയ്ത അക്രമം കാരണം സമയത്തിന് എത്താൻ പറ്റിയില്ല. अच्छा അതൊന്നും മാത്രം മിസ്സായി. പുറപ്പെടുകയെന്ന് പറഞ്ഞതും വല്യച്ഛനും വരിക എന്ന് പറഞ്ഞ് കൂടെ പോന്നു. മാത്രല്ല അത് ഇവളും കൂടെ വന്നു. അവന്റെ എൻട്രി ഉണ്ടല്ലോ അവിടെ അനൗൺസ്മെന്റ് പോലെ വരുന്നതാ നീലാമംഗലത്തെ ധോനി. ഇതുവരെ ഒരു ജല്ലിക്കെട്ടിനും പിടിക്കാത്ത കാളയാ ഇത്. ആശംസകൾ ആശംസകൾ. എല്ലാവരും ഒന്ന് കൈയടിച്ച് ഈ കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ വിചാരിച്ചു. क्या कर रहा है, छोड़ रहा था, छोड़ दिया उसने उसे. कितना डेंजरस है, बहुत खतरनाक. ओ बहुत ताकतवर सांड. ആർക്കും തൊടാൻ പറ്റുന്നില്ല. धोनी. ഈ ഹീനവരുത്തിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് പാലമേട് ജല്ലിക്കെട്ടിന്റെ വകയായി ഒരു ഡബിൾ സിൻസെല്ല്. ये तो उसी का सांड है. ഹലോ, ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് ഇവിടം വരെ കേൾക്കാം. ചേടാ ഇല്ലെന്ന്. അത് നീ വേറെന്തോ ഒരു സാധനം പറയില്ലേ, എക്കോ. ആ നിങ്ങളുടെ പൊന്നുമോണ്ട് മനുഷ്യതും കേൾക്കുന്നുണ്ട്. ശരി, ഫോൺ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തേ, ഞാൻ ചേട്ടൻ്റെ അടുത്ത് രണ്ടുപേരും ആർക്ക് കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഫോൺ തരാൻ പറ്റില്ല. ശരി, ഫോൺ കൊടുക്ക, സംസാരിക്കാം. എന്നാ Never listens to me. I've told him several times not to go to the backyard at night time, but he never obeys. It does not. Night. Also, there's a compass way. അയ്യോ ഏ It just gave up. वो भी डर गया. ഇവിടെ പാമ്പുണ്ടോടും. അതേട്ടാ, നല്ല പാമ്പ, ഗുഡ് സ്നേക്ക്. കുറച്ച് ദിവസം മുന്നേ കുട്ടി Be careful. മതി മതി, ഞാൻ നോക്കട്ടെ. ഇരുട്ടിലൊന്നും കാണാനും പറ്റുന്ന. ഇവിടെ ഒന്നും പാമ്പ് വരില്ല. നിനക്ക് പേടിയില്ല, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയും. വീട്ടിൽ ആടിനെയും പശുവിനെയും ഒക്കെ വളർത്തും. ഇത് ഇവിടെ പോടാ അവിടുന്ന്. ശരി, അതൊക്കെ പോട്ടെ. ചേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു റാലേ സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ ചേട്ടനോ? US ചാമ്പ്യൻ എന്ത് പറ്റിയെന്നേ അറിയില്ല. ശരി, ഇത് ഓർമ്മയുണ്ടോ എന്ന് നോക്ക്. അതിന്റെ പുറകത്തെ മഡ് ഗാർഡിലെ അണ്ടർടേക്കർ. അമുത ഫാൻസിൽ നിന്ന് വാങ്ങിച്ചതാ. WWF അണ്ടർടേക്കർ. ആ പ്രശ്നം അത്രയൊക്കെ വിഷമമുണ്ടായിട്ടും ഈ സൈക്കിൾ ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുത്തേക്കെന്ന് ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു.
പൂജാല വണ്ടി इसने तो नहीं रिव्यू में साइकिल പഴയതാണെങ്കിൽ എന്താ സൈക്കിള് കിട്ടാൻ പോവാന്ന് അറിഞ്ഞ ഉടനെ അന്ന് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയില്ല. ഒന്ന് നേരെയാക്കിയിട്ട് ഓയിലൊക്കെ ഇട്ട് കൊണ്ടുവരാമെന്ന് എന്നെ പറഞ്ഞയച്ചു. അന്ന് മുഴുവൻ സ്കൂളിൽ എനിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നിങ്ങളെല്ലാരും പോയതിനു ശേഷം എൻ്റെ അച്ഛൻ तो अब इसके पास आ गई थी वो साइकिल है. അത് നിന്റെ കയ്യിൽ ടോപ്പിൽ നിന്ന് സൈക്കിൾ ഓടിച്ചോണ്ട് വന്ന അച്ഛനെ റോഡ് മൊത്തം ബെല്ലടിച്ചോണ്ട് വരുമായിരുന്നു. ഇതാണ് നമ്മുടെ പുതിയ സൈക്കിൾ. അതെ മോനെ. തിരിച്ചോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് എന്റെ അമ്മയും അനിയനെയും വെച്ച് ഒരു റൗണ്ട് അടിച്ചു അച്ഛൻ. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഉത്സവം ഉന്തി നടന്നു. എന്നിട്ട് സൈഡിൽ കാലിട്ട് ഓടിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ എത്ര വലിയ കാര്യം അറിയാം. സൈഡിലൂടെ ഓടിച്ചോണ്ട് എനിക്ക് പേടി. ഞാൻ കേറില്ലെന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചോളാം നീ ധൈര്യമായിട്ട് ഓടിക്കുന്ന പുള്ളി പറഞ്ഞു. അങ്ങനെ പിടിച്ചിട്ട് ऐसे होता है जब साइकिल सीखते हैं. ഒന്നു ഞാനാണെങ്കി വിറച്ചു പോയി. ചെറിയ കൈ ആയതുകൊണ്ട് ബ്രേക്ക് എത്തുന്നുമില്ല. കാല് താഴെ വെച്ച് നിക്കാന്ന് വീണ ആ സ്പീഡിൽ അവിടുത്തെ ഇഷ്ടിക എല്ലാം മേത്ത് വീണ് ദേ നോക്കിയേ കൈയൊക്കെ പൊളിഞ്ഞു. ആ നേരത്ത് പോലും അന്ന് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചേട്ടാ. അന്ന് തൊട്ട് സൈക്കിള് എല്ലാത്തിനും സൈക്കിള്. साढ़े बजे तक इसके पता चले. അച്ഛനതിൽ നല്ല വരുമാനം കിട്ടിയായിരുന്നു. അത് വെച്ച് അച്ഛൻ എന്നെ എൻ്റെ അനിയനെ നല്ല ആദ്യത്തെ ദിവസം ഡാ അനിയനെ സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. എന്നോടൊന്നും ചോദിച്ചിട്ടേ ഇല്ല ഏട്ടാ. എന്റെ പേര് പോലും വിളിക്കില്ലായിരുന്നു. മൂത്തമ്മ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നീ വിഷമിക്കല്ലേ, എന്ത് പ്രശ്നം വന്നാലും മൂത്തൊന്നും. എന്റെ അച്ഛൻ സമ്പാദിച്ചതും ഞാൻ പഠിച്ചതും എന്റെ അനിയൻ കോളേജിലേക്ക് പോയതും ഇത്രത്തോളം നല്ലത് നടക്കുമെന്ന് കരുതിയിട്ടല്ല അന്ന് അങ്ങനെ പറഞ്ഞേ. ചേട്ടൻ അതിനെ ദൈവമായിട്ട് വിചാരിച്ചു തോന്നുന്നത്. എന്താണ് അത്? अच्छा वही तो नहीं साइकिल. തിരിഞ്ഞ് നോക്ക്, ചേട്ടന്റെ സൈക്കിൾ ഇവിടെയാ നിൽക്കുന്നത്. अच्छा वही उसने रखी हुई है. ചേട്ടന്റെ സൈക്കിൾ തന്നെയാ, നോക്കി. മാറ്റാൻ സമ്മതിക്കില്ല. ഇതെന്താ സാധാരണ സൈക്കിളാ? പഴയതായതുകൊണ്ട് അത് മാറ്റണം ഇത് മാറ്റണം. വാൾബെയറൊക്കെ മാറ്റേണ്ടി വന്നു, വേറെ വഴിയില്ലല്ലോ. ഓടൂ. പിന്നെ ചേട്ടൻ എന്തായി പറയുന്നേ? വെറുതെ പറഞ്ഞതാ. പഠിക്കോ അത് പറ. ജെന്റിൽമാൻ കൂടെ नाम ആരുടെ കൂടെ? എന്റെ കൂടെ. ഇതുകൊണ്ട് പോവായോ? नाम भी बता चलो उसका. दोबारा मंगाए. पर उसे याद क्यों नहीं इसी बारे में कुछ സാറില്ല, എണീക്ക്. समझ नहीं आई बात. അർജന്റായിട്ട് നീ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല, എനിക്കൊരു 4 ബിയർ വേണം. रात भर गए हैं मतलब जाग रहे हैं. ഞാൻ ലൈനിൽ വെയിറ്റ് ചെയ്യാം. ഉണ്ടല്ലോ അല്ലേ? കൂളിംഗിലടാ. उसी साइकिल से जाते हैं. सांप. उसकी बीवी घर में अकेली हो, कहीं काट न ले सांप. എന്താ കടിക്കുന്നുണ്ടോ? എല്ലാ അയലക്കുഞ്ഞ് വെച്ച് വെച്ചോ. ചേട്ടാ, ഈ ചന്ദ്രൻ വളരുന്നത് കാണുമ്പോഴൊക്കെ വയറ്റിൽ വളർന്ന എന്റെ കുട്ടനെ അറിയൂ, പക്ഷെ ചേട്ടൻ പറയില്ല. അത് ശരി.
പിന്നെങ്ങനെ? എനിക്ക് ആണെന്നോ വേണമെന്നോ പോലും അറിയില്ല. കണ്ടുപിടിച്ച ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തങ്കോ? നോ. नाम नाम सोच रहा है कि ഒരു ട്രൈയോടെ ചെയ്യുന്നോ? എന്നാ ഞാൻ തന്നെ പറയട്ടെ. എനിക്കറിയില്ല, നീ തന്നെ പറ. कैसा टाइम है वो बैंक छोटा सा टाइम ചേട്ടാ, വന്നപ്പോ തൊട്ട് ഞാൻ ഈ നോക്കുന്നതാ. കുറച്ചു നേരം ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങുന്നു. ഓർമ്മ വന്നോ? 20 വർഷമായി ഇപ്പോഴും അതെന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ആ വീട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വീട്ടിലോട്ട് വന്നിട്ട് നേരെ അകത്തോട്ട് പോകത്തില്ല. ഗേറ്റിൽ ബാഗ് കുരുക്കി. ഞാൻ പക്ഷെ നന്നായിട്ടൊന്നും കളിക്കില്ല. വെറുതെ മതിലിരുന്നുകൊണ്ട് ഒരു അമ്പയറിങ്. ഈ മിൽക്ക് ബിക്കീസ് തൊട്ടുതൊട്ട് കഴിച്ചാൽ സമയം പോകുന്നതേ അറിയില്ല. ഞങ്ങളുടെ വീട്ടില് कितना बड़ा परिवार था उनका है എനിക്ക് ഓർമ്മയുണ്ട് ചേട്ടാ. വീട് ഈ തെരുവിൽ തുടങ്ങിയാലേ അതിന്റെ അടുത്ത തെരുവിലല്ലേ അവസാനിക്കുക. ഉമ്മർത്ത് പണ്ട് ഓട്ടം. എന്റെ पुराना മുത്തച്ഛൻ, घर था उनका അച്ഛൻ, ചിറ്റപ്പൻ, ജ്യേഷ്ഠൻ, എന്തിന് ഞാൻ വരെ അവിടെയാ ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരറിയാം, ശിവപാദസേകരൻ. ഓ, അത് ശരി. എനിക്ക് ജീവന. എന്റെ കാൽപാദം പതിയാത്ത ഒരു സ്ഥലം പോലും അവിടെ ഇല്ല. ഇതൊന്ന് പറിച്ചെടുത്തു. ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ചാ അത് മറക്കാൻ പറ്റും. എന്നെ കുറിച്ച് ആലോചിച്ചു. ത് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നീ എന്നെ സമാധാനിപ്പിക്കരുത്. അയ്യോ ഏട്ടാ, അങ്ങനെയല്ല. അത് ഞാൻ ഇനി സംസാരിക്കും. क्या बोलेगा സംസാരിക്കേ. ഞാനൊന്ന് മൂത്രം ഒഴിച്ചു തരാം. ഹേയ്, ഞങ്ങളും ബിയറൊക്കെ അടിച്ചതാ. ഞങ്ങൾക്ക് മൂത്രമൊന്നും വരുത്തില്ലേ? എന്നാ വായ. കാലിട്ടിരിക്കുന്ന പോലും അറിയത്തില്ല. ആനന്ദ് ഭവന് ചെപ്പോ കിടിലനായി കളിക്കും. ഒന്ന് പിടിച്ചേ. മൈക്കിൾ ജാക്സൺ, മോഹൻബാഗ്. सब उठेंगे कैसे कैसे होता ना कुत्ते पड़ रहे हैं ഈ നേരത്തെ എവിടേക്കാടാ പോയിട്ട് വരുന്നേ? ഹാപ്പി. ഒരു നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചത് അത് സൂക്ഷിച്ചു പോകും. കണ്ടില്ലേ ചേട്ടന് വേണ്ടി? കണ്ടില്ലേടാ ഈ കട്ടിലൊന്നും ചേട്ടൻ वही वाली खाट है वो മറക്കുന്നതിന് മുമ്പ് പറ. ഞാൻ സേഫായിട്ട് എവിടെയും നിൽക്കട്ടെ. वो चार मतलब അവന്മാരൊക്കെ നശിച്ചു പോകട്ടെ. चिंकू कर दिया बेचा इसने അത് വേണ്ടെന്നേ. ശരി, ക്ഷമിച്ചു. ഇത് ഞാൻ പറഞ്ഞത് ചേട്ടൻ സൂപ്പർ. നമ്മള് കാരണം ആർക്കൊന്നും. ഇങ്ങനെ തന്നെ വേണം. മാറി. ചേട്ടൻ കിടന്നു കേട്ടാ. എന്റെ ഉറക്കമൊക്കെ പോയി. ചേട്ടൻ ചേട്ടൻ പോകുന്നതിന് മുമ്പേ കുട്ടി അറിഞ്ഞോടി നന്നായിട്ട് ജനിക്കണമെന്ന് ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചിട്ട് പോണേ. ശരി. ഞാനും വന്നപ്പോ തൊട്ട് നോക്കുക. ചേട്ടൻ ഇതുവരെ എന്റെ उससे नाम ही नहीं पता നാളെ രാവിലെ ഞങ്ങള് 3 പേരെയും പേര് उसे अभी तक पता ही नहीं कौन है परेशान हो गया इसे याद क्यों नहीं आ रहा आखिर
डायरी डूरी सब जगह दिख रहा है। ऐसे क्या सोच सकते हैं वो? मतलब अपने ही घर में रहता था ना, इसलिए नहीं इतना थोड़ा बोलता कोई किसी को, कोई वो तो हर चीज़ जानता इसके बारे में, हर एक चीज़। നിങ്ങൾ എപ്പോഴാ എത്തിയത്? ഇതാ ഇപ്പോ ചേട്ടൻ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വരുന്നു. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഞങ്ങൾ ഇടാൻ പോകും. इसी का नाम लग रहा है वो। നീ പോയി കിടന്നു.